വൺ പ്ലസിൻ്റെ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് വൺ പ്ലസ് നോഡ് C5. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇത്. അല്ല, ഏകദേശം ഇതിനടുത്ത് വരുന്ന 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഐക്യു 10R എന്നുള്ള സ്മാർട്ട് ഫോൺ കിട്ടുന്നില്ലേ? ഇതിന് പകരം അത് എടുക്കുന്നതായിരിക്കില്ലേ കുറച്ചും കൂടി ബെറ്റർ. എന്തായാലും നമുക്ക് രണ്ട് ഫോണുകളുടെയും ഒരു കമ്പാരിസൺ നോക്കാം. അപ്പം ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ ആയിരുന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് നോഡ് C5 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 300 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 1430 നിറ്റ്സ് ആണ് വരുന്നത്. അപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ അല്ലേ ഇതിൽ വരുന്നത്. തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. പക്ഷേ ഐക്യു 10R ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐക്യു 10R നമുക്ക് ബെറ്റർ ആയിട്ടുള്ള 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. 6.78 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ സൈസാണ് വരുന്നത്. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും പഞ്ചോൾ ഡിസൈനൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. 300 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് തന്നെയാണ് വരുന്നത്. 10-bit ഡിസ്പ്ലേക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ 3840 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫീച്ചർ വൺ പ്ലസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ഈ ഒരു കാര്യത്തിലും ഐക്യുവിന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ സ്ക്വാഡ് സെൻസേഷൻ UP ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. വൺ പ്ലസിൽ ഏത് പ്രൊട്ടക്ഷനാണ് എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഐക്യു തന്നെയാണ് ബെറ്റർ. കാരണം 1.5K റെസൊല്യൂഷനും ബെറ്റർ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റും കൂടിയ പീക്ക് ബ്രൈറ്റ്നസ്സും ബെറ്റർ ആയിട്ടുള്ള PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ വൺ പ്ലസിൽ ഒരു കാര്യം ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. വൺ പ്ലസിൽ 7100 mAh ബാറ്ററി വരുന്നുണ്ട്. വളരെ കൂടിയ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. ഇത് ഐക്യുവിനേക്കാളും ബെറ്ററാണ്. അത് ഓക്കെ. ഐക്യുവിൽ 6400 mAh ബാറ്ററിയാണ് വരുന്നത്. വൺ പ്ലസിൻ്റെ അത്ര വരുന്നില്ല. എന്നാലും 6400 mAh ബാറ്ററി എന്നുള്ളത് നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. അപ്പം ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു. ഇപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ വൺ പ്ലസ് തന്നെയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ ഐക്യു 10Rലും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് തന്നെയാണ് വരുന്നത്. രണ്ടിലും Type-C ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ പ്ലസ് ആയിരിക്കും ബെറ്റർ. പക്ഷേ ഐക്യു കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്ന ഒരു കാര്യം വരുന്നുണ്ട്. പെർഫോമൻസും അതുപോലെ തന്നെ പ്രോസസ്സറൊക്കെ. ഇപ്പം ഐക്യു 10Rൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഇപ്പോൾ വൺ പ്ലസ് നോഡ് C5 MediaTek Dimensity 8350 Apex എന്ന പ്രോസസ്സറാണ് വരുന്നത്. അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ലേ ഈ ഒരു പ്രോസസ്സർ. അതുമാത്രമല്ല UFS 4.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. വൺ പ്ലസിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പേ വരുന്നുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പം ഐക്യൂടെ 128GB ഇൻറ്റേർണൽ വെർഷനിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുള്ളൂ. എന്നാലും ബാക്കി വെർഷൻസിൽ നമുക്ക് UFS 4.1 സ്റ്റോറേജ് ടൈപ്പ് ലഭിക്കുന്നുണ്ട്. പിന്നെ LPDDR5Xൻ്റെ റാമൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ടൊക്കെ ഉണ്ട്. 10ഓളം 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നില്ല. പെർഫോമൻസിൻ്റെയും ഗെയിമിങ്ങിൻ്റെയൊക്കെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ഐക്യു 10R തന്നെ ആയിരിക്കും. അത് ശരിയാണ്. ഇപ്പം സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സർ തന്നെയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു MediaTek Dimensity 8350 Apex എന്ന പ്രോസസ്സർ അത്ര മോശം പ്രോസസ്സറൊന്നുമല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല പ്രോസസ്സറൊക്കെ തന്നെയാണ്. കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കില്ല എന്നേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല പ്രോസസ്സറൊക്കെ തന്നെയാണ്. പിന്നെ ഇതിലും 5G സപ്പോർട്ടൊക്കെ ഉണ്ട്. 10ഓളം 5G ബാൻഡ്സ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിലും ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഐക്യൂവിൽ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇല്ലല്ലോ. പക്ഷേ ഇതിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് വരുന്നുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വൺ പ്ലസിൽ ബെറ്റർ ആയിട്ട് വരുന്ന മറ്റൊരു കാര്യമുണ്ട്, ക്യാമറയുടെ കാര്യം. ഇപ്പോൾ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. സോണി LYT600ൻ്റെ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. വോയിസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ ക്യാമറ കമ്പാരിസൺസ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വൺ പ്ലസിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു നാച്ചുറൽ കളേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വളരെ മികച്ച ഒരു ക്യാമറ പെർഫോമൻസ് ആണെന്ന് പറയുന്നില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് വൺ പ്ലസിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്.
ക്യാമറയുടെ കാര്യത്തിൽ ഐക്യൂല് ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ സോണി IMX882ൻ്റെ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. OSൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ ക്യാമറയിൽ ഐക്യു അത്ര മികച്ചതാണ് എന്ന് ഞാനും പറയുന്നില്ല, പക്ഷേ എന്നാലും ഏകദേശം OnePlusൻ്റെ അടുത്തൊക്കെ എത്തുന്നുണ്ട്. ഭയങ്കര വലിയ ഡിഫറൻസ് എന്നൊന്നും പറയാനില്ലല്ലോ. ഇപ്പം HDR പെർഫോമൻസിലൊക്കെ ഐക്യു ബെറ്റർ ആയിട്ടൊക്കെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. എന്നാലും ക്യാമറയുടെ കാര്യത്തിൽ ഒരു ഫോൺ പിക്ക് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും OnePlus ആയിരിക്കും ഒന്ന് സജസ്റ്റ് ചെയ്യുക ഈ രണ്ട് ഫോണുകളിൽ. പിന്നെ ഐക്യൂല് വേറൊരു കാര്യം ബെറ്ററായിട്ട് വരുന്നുണ്ട്. ഐക്യൂല് നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. എന്നാൽ OnePlusൽ ഈ ഒരു സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നില്ല, സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഡിസപ്പോയിൻറ്റിംഗ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം ആ ഒരു കാര്യത്തിൽ ഐക്യൂന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ശരിയാണ്, സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. പിന്നെ ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള OxygenOS സോഫ്റ്റ്വെയർ കിട്ടുന്നുണ്ട്. 4 കൊല്ലത്തെ OS അപ്ഡേറ്റും 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. കുറച്ചും കൂടി ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് OnePlusലായിരിക്കുമല്ലോ ലഭിക്കുക. അതുപോലെ തന്നെ കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഇതിൽ വരുന്നില്ലേ. ഇപ്പം ഐക്യൂല് 3+4 കൊല്ലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് അല്ലേ ലഭിക്കുള്ളൂ. അപ്പം ആ ഒരു കാര്യത്തിൽ നമ്മുടെ OnePlusന് ഒരു അഡ്വാൻറ്റേജ് വരുന്നില്ലേ? അത് ശരിയാണ്. ഇപ്പം ഐക്യൂല് ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ലഭിക്കുള്ളൂ. പിന്നെ നമുക്ക് ബാക്കി ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. ഇപ്പം OnePlusൻ്റെ വെയിറ്റ് ഏകദേശം 199 ഗ്രാമാണ് വരുന്നത്. തിക്നെസ് വരുന്നത് 8.17 mm ആണ് വരുന്നത്. ഐക്യൂടെ വെയിറ്റ് വരുന്നത് 196 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.98 mm ആണ്. അപ്പം അതിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. രണ്ട് ഫോണുകളിലും IP65 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണുകളിലും പ്ലാസ്റ്റിക് ബാക്ക് ബോർഡിങ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും NFC സപ്പോർട്ട് വരുന്നില്ല. രണ്ട് ഫോണുകളിലും IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അപ്പം അതൊക്കെ പല കോമൺ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഐക്യൂടെ 8GB RAM 128GB ഇൻ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 26,999 രൂപയാണ്. 8GB RAM 256GB ഇൻ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 28,999 രൂപയാണ്. അതുപോലെ തന്നെ 12GB RAM 256GB ഇൻ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 30,999 രൂപയാണ്. വിലയുടെ കാര്യത്തിൽ OnePlusന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം OnePlus Nord C5ൽ 8GB RAM 128GB ഇൻ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 24,999 രൂപ മാത്രമാണ്. അതുപോലെ തന്നെ 8GB RAM 256GB ഇൻ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 26,999 രൂപയാണ്. 12GB RAM 256GB ഇൻ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 28,999 രൂപയാണ്. OnePlusൽ എല്ലാ വെർഷൻസിനും കമ്പാരിറ്റീവ്ലി ഒരു 2000 രൂപ കുറവാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ OnePlusന് ഒരു ക്ലിയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ OnePlusൻ്റെ തന്നെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം എടുത്തു വരേണ്ട അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ കമ്പാരിറ്റീവ്ലി സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസും ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ നോക്കുന്നവർക്ക് OnePlusൻ്റെ ഒരു ഫോൺ വേണം എന്നുള്ളവർക്കൊക്കെ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഐക്യു Neo 10R ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കമ്പാരിറ്റീവ്ലി ഇതിന് കുറവുമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഒരു ഫോൺ എടുക്കുമ്പം അതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല എന്നുള്ള കാര്യം ഒന്ന് ഓർക്കണം. സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. പിന്നെ ഒരു 2000 രൂപയും കൂടി കൂട്ടിയാൽ നമുക്ക് ഐക്യു Neo 10Rൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേയും വരുന്നുണ്ട്. 1.5K റെസൊല്യൂഷനും അതുപോലെ തന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ്സും PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറൊക്കെ അതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിലും നല്ല ബാറ്ററി സെറ്റപ്പൊക്കെ വരുന്നുണ്ട്, പക്ഷേ OnePlusൻ്റെ അത്ര വരുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടിയൊക്കെ ഒരു പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിലാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്, OnePlus പോലെയല്ല. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.